ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇപ്പോൾ ഗുഡ് മോർണിംഗ് അല്ല, ഇപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ ആണ്, ഗുഡ് ഈവനിങ് ആണ്. മണി 4 ഞാൻ പറന്ന് എവിടേക്കാണ് പോണേന്നുള്ളത് ഇപ്പം പറയാം. ഹലോ, ഞാൻ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയെന്നറിയോ? ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്താണെന്ന് വെച്ചാൽ സമയം മണി 4, 6 മണി വരെയുള്ള ബൂത്ത്. ഇപ്പം നമ്മൾ പെട്ടെന്ന് പോയി വോട്ട് ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ വീട്ടിലെ കുഞ്ഞുങ്ങളെ റെഡിയാക്കി എടുക്കാനൊക്കെ സമയം ഉണ്ടായിരുന്നില്ല. അവർക്ക് അതിനൊരു ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു മൂഡായിരുന്നു ഇന്ന്. സോ അതുകൊണ്ട് നമ്മൾ നേരെ ഉറങ്ങുന്ന ബേബീസിനെയും കൊണ്ട് വേഗം ബൂത്തിലേക്ക് പോവാണ്. പോയിട്ട് വോട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ. ഇന്നൊരു ചെറിയ വ്ളോഗാണ്. റെസ്റ്റോറൻറ്റിൽ പോകണം, പിന്നെ ചിലപ്പോൾ ഒരു ജ്വല്ലറി കയറണം, ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ഹലോ, അങ്ങനെ 1.5 മണിക്കൂർ ലൈനിൽ നിന്ന് ഫൈനലി വോട്ട് ചെയ്തു. അങ്ങനെ ഞാനും വോട്ട് ചെയ്തു. കറക്റ്റ് മണി ഇപ്പോൾ 5:30 ആയി. 6 മണിയാകുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ആവും തോന്നുന്നു, എനിക്കറിയത്തില്ല. 6 മണിക്കാണ്, അതെ, സ്റ്റോപ്പ് ആവും. അപ്പോൾ എന്താ പറയണേ, അപ്പോൾ ഈ പ്രാവശ്യത്തെ 2024 ഇലക്ഷന് ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നു, അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റി. കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തു, അതിന് മുന്നത്തെ പ്രാവശ്യം ചെയ്യാൻ പറ്റില്ല. ഞാൻ അപ്പോൾ അബ്രോഡ് പോയിരുന്നു, അതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇലക്ഷൻ നമുക്ക് വരുന്നത് ഏതാ ചേച്ചി വരുന്നത്? പഞ്ചായത്ത് ഇലക്ഷൻ അല്ലേ? പഞ്ചായത്ത് ഇലക്ഷൻ. അപ്പോൾ അതിന് എൻ്റെ പേര് ഞാൻ കണ്ടില്ല, 2 പ്രാവശ്യം ചെന്നിട്ടും കണ്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബൂത്തിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല, നമ്മുടെ എന്താ അതെ ബൂത്ത് എന്നല്ലേ ചേച്ചി പറയുന്നത് അല്ലേ? അവിടെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് മറക്കാതെ എഴുതി എടുക്കണമെന്ന്. അങ്ങനെ ഇരിക്കുന്നു. സോ ഇപ്പം ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ വന്നിരിക്കുക മമ്മീനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. മമ്മിക്ക് വന്നിട്ട് ഞാൻ ഗിഫ്റ്റ് കൊടുത്തായിരുന്നല്ലോ, ഒരു അടിപൊളി മോതിരമാണ് കൊടുത്തത്. ആ മോതിരം ചെറുതായിപ്പോയി. മമ്മി പറഞ്ഞു എനിക്ക് മോതിരം വേണ്ട, എനിക്ക് മോതിരം ഓൾറെഡി ഉണ്ട്, അപ്പോൾ അതിന് പകരം ഞാനൊരു കമ്മൽ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് കമ്മൽ ഒരുമിച്ചെടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ മമ്മിയെ കൂട്ടിക്കൊണ്ട് ജ്വല്ലറി പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ബേബീസ് ഇതിൻ്റെ ഇടയിൽ 1.5 മണിക്കൂർ ഇവിടെ വണ്ടിയുടെ അകത്തിരുന്ന് അവർ തളർന്നില്ല കേട്ടോ. അതേ നല്ല തളർന്ന് വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കും അവർ. എന്തായാലും ചേച്ചിമാർക്ക് നമ്മുടെ ജോജി നല്ല ഇടിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പം അവന് ഇടി കൊടുക്കാൻ സമയമായെന്ന് തോന്നുന്നു. ഇടിയൊക്കെ വാങ്ങിച്ചാണ് ചേച്ചിമാർ ഇരിക്കുന്നത്. എന്തായാലും കൊള്ളാം. അപ്പം നമ്മൾ മമ്മീനെ പിക്ക് ചെയ്തിട്ട് നമുക്ക് പോവാം. ഓക്കെ, ഹലോ, ദേ അമ്മാമ്മ ഇവിടെ വെയിറ്റിംഗ് ആണ് നമുക്ക് വേണ്ടിയിട്ട്. അമ്മമ്മയുടെ പെറ്റാണ് ജിജി വാവ. ആണോ ജിജി വാവ? ഹലോ, അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന എടപ്പള്ളിയിലുള്ള ഒരു മഹാരാജ ഡയമണ്ടിലാണ് വന്നിരിക്കുന്നത്. അവിടെ വന്നിരിക്കുന്നത് ജസ്റ്റ് നോക്കട്ടെ. മമ്മിക്ക് വാങ്ങിച്ച വേറെ കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. എന്നാലും ഇപ്പം ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, ഇവിടുത്തെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. മേടിക്കാനല്ല, നോക്കാം. ഓക്കെ, നമ്മൾ മഹാറാണിന്ന് വാങ്ങിച്ചു സാധനം. ഓക്കെ, വീണ്ടും മോതിരം കൊടുത്തിട്ട് മോതിരം തന്നെ വാങ്ങിച്ചു മമ്മി, ഇല്ലേ മമ്മി? ഓ മമ്മ. ഓക്കെ, അപ്പം ഞാനൊരു ഗിഫ്റ്റായിട്ട് ഒരു കമ്മൽ വാങ്ങിച്ചിട്ടുണ്ട്. ഗിഫ്റ്റാണത്, നമുക്ക് നോക്കാം ആർക്കാണ് കൊടുക്കുന്നതെന്ന്. ഞാനൊരു പൊറോട്ട വെച്ചൊരു ഗ്രേവി ആദ്യം പറഞ്ഞു. നമ്മുടെ ആൻ്റണി കുട്ടൻ, മമ്മ എല്ലാവരും ഉണ്ട്. ദിണ്ടുക്കൽ തലപ്പാക്കട്ടി ബിരിയാണി റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. നല്ല ചൂട് പൊറോട്ട, സൂപ്പർ പൊറോട്ട. ഹലോ, ഇപ്പം നമ്മൾ മട്ടൺ ബിരിയാണി പറഞ്ഞു, ക്രിസ്പി
ചിക്കൻ പറഞ്ഞു, ഗോള പറഞ്ഞിട്ടുണ്ട്. ഓ മൈ ഗോഡ്. നമ്മൾ മട്ടൺ ബിരിയാണിനെ പറഞ്ഞിട്ടുണ്ട്. ചിക്കൻ മുറുമുറു ചിക്കൻ. ഇത് മട്ടൻ ഗോള, മട്ടൻ ബിരിയാണി.